സ്നേഹിക്കുമ്പോ അവരുടെ വേവലാതികള്, അവരുടെ വിഷമങ്ങള്, അവരുടെ ഓരോ സങ്കടങ്ങൾ തന്റെ ഹൃദയത്തോട് നെഞ്ചിനോട് നെഞ്ചേറ്റിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങിക്കൊണ്ട് നടക്കുമ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരയാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷമിക്കാറുണ്ട്. പെങ്ങളെ, എന്റെ ഉപ്പ ഹൃദയത്തിലേക്ക് അവരുടെ വേവലാതികൾ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാ? നാളെ പരലോകത്ത് അവരാരും ശുപാർശക്ക് വേണ്ടിയിട്ട് കടന്നു വരില്ല. നാളെ പരലോകത്ത് നമ്മെ രക്ഷിക്കാൻ കടന്നു വരില്ല. പ്രസംഗിയായ ലോകത്ത് അവരെ രക്ഷിക്കാൻ കടന്നു വരില്ല. അവരുടെ ജോലി, അവരുടെ അഭിനയം അവര് തീർത്തുകൊണ്ട് കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കൂട്ടിയിട്ട് ആർഭാടങ്ങളോട്, അഭിലാഷങ്ങളോട്, സ്വപ്നങ്ങളോട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എന്തിനാ പെങ്ങളെ നമ്മൾ എന്തിനാ അവരെ കണ്ട് പഠിക്കുന്നത്? അവരെ കണ്ടിട്ട് എന്തിനാ വേവലാതിപ്പെടുന്നത്? അല്ലാഹു കാക്കുമാറാകട്ടെ. അവസ്ഥയാണ് നമ്മുടെ ഉമ്മമാർക്ക് കടന്നു വരുന്നത്. നമ്മുടെ വീട്ടിലും ഇത് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ടി വി ഇല്ലാത്ത വീട് ഒന്നില്ലല്ലോ. ടി വി ഇല്ലാത്ത ഒരു വീടും തന്നെ ഇല്ല. ഇതിൽ കേബിളുണ്ട്, ഡയറക്ടറുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. എല്ലാവരും മഗ്‌രിബിന്റെ സമയം നിസ്കാരം കഴിഞ്ഞിട്ടോ അവരവിടുന്ന് തുറക്കുകയാണ്, തുറന്നുകൊണ്ട് കാണുകയാണ്. പിന്നെ ഇശാ ഇല്ല. ഇന്നത്തെ ക്ലൈമാക്സ് കഴിഞ്ഞു. നാളെ അവരെ മരിക്കുമോ? നാളെ അവർ തൂങ്ങിച്ചാകുമോ? അല്ലെങ്കിൽ അവർ വണ്ടി ഇടിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. കാക്കുമാറാകട്ടെ. ഇത് തന്നെയാണ് എന്റെ പെങ്ങളെ കടന്നു വരുന്നത്. ഇന്ന് ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നാളത്തെ എപ്പിസോഡിൽ എന്റെ പെങ്ങന്മാര് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അവരോട് മിണ്ടുമോ? മിണ്ടില്ലേ? അവരുടെ കുടുംബം തകരുമോ? അവരെ IPS ആകുമോ? അവർ പോലീസ് ആകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് അല്ലാഹു കാക്കുമാറാകട്ടെ. അവരുടെ ഹൃദയം നന്മയോടുകൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരും. പണിയൊക്കെ കഴിഞ്ഞ് പാടത്ത് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തൊഴിൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരും. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് അപ്പോഴും ടിവിയുടെ മുന്നിലാണ്. ഭർത്താവ് കടന്നു വന്നിട്ട് പറയാൻ, അല്ലടി എനിക്ക് കുറച്ച് ഭക്ഷണം എടുത്തു വെക്ക്, പെട്ടെന്ന് എടുത്തു വെക്ക് എന്ന് പറഞ്ഞിട്ട് 9 മണിയും 8 മണിയും ആകുമ്പോ വന്നിട്ട് ഭർത്താവ് ഭക്ഷണം എടുത്തു വെക്കാൻ പറയുമ്പോ പെങ്ങൾ പറയും, കുറച്ച് സമയം കൂടി. കാരണം 8 മണിയുടെ സീരിയൽ കഴിഞ്ഞിട്ട് 8:30 അവസാനിക്കും. 8:30 ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയുന്നൊരു കാര്യമാണ്, ഒരു ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയം